ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പന്തളത്തു നിന്ന് വന്ന ആശയാണ്. ആശയുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ആശ, എന്തായിരുന്നു പ്രശ്നം? എനിക്ക് 13 വർഷമായിട്ട് തൈറോയിഡിന്റെ പ്രശ്നമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 3 തവണ മിസ്കാരേജ് ആയിപ്പോയി. പിന്നെ കണ്ടിന്യൂ മെഡിസിൻ എടുക്കുന്നുണ്ട്, പക്ഷെ റിപ്പോർട്ട് എപ്പോഴും നോർമലായിട്ട് കാണിക്കുന്നുണ്ട്. ഒരേ ഒരു പ്രാവശ്യം മാത്രം ലാസ്റ്റ് ആയിട്ട് 5 കാണിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേനും എൻ്റെ സൗണ്ടൊക്കെ മങ്ങിപ്പോകുന്ന പോലെ ഒരവസ്ഥ എത്തി. അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് പിന്നെ ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വെച്ച് ഞാൻ തല കറങ്ങി വീഴുമായിരുന്നു. പിന്നെ ഇവിടെ കഴുത്തിലൊക്കെ ഫീൽ ചെയ്തിരുന്നു മുഴയുടെയൊക്കെ. അന്നേരം ആ സൗണ്ടൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ അത് ചെക്ക് ചെയ്തപ്പോൾ 5 മുഴയുണ്ടെന്ന് പറഞ്ഞ കഴുത്തിൽ. അങ്ങനെയെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അന്നേരം പാൽപിറ്റേഷനും ഒക്കെ ഉണ്ട്, ഡിപ്രഷനും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പില്ലാണ്ടാവുന്നു, ബോഡിക്കെല്ലാം പെയിൻ, ജോയിൻസിനെല്ലാം പെയിൻ ആവുന്നു, മുട്ടൊന്നും മടങ്ങാത്ത അവസ്ഥ, വയർ എപ്പോഴും നിറഞ്ഞിരിക്കുക, വെള്ളം മാത്രം മതി, ഭക്ഷണം ഇഷ്ടം തോന്നില്ല. അങ്ങനെയായി. പിന്നെ ഞാൻ ഈ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴി ഇവിടുത്തെ ഇത് കണ്ട് അങ്ങനെ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ലിവറിന് പ്രോബ്ലം ഉള്ളതെന്ന് അറിയുന്നത്. ലിവർ ഗ്രേഡ് 2 കഴിഞ്ഞ് മോഡറേറ്റ് ആയിരുന്നു. അത് ശരി. ഹാഷിമോട്ടോസ് ആണെന്ന് കണ്ടുപിടിക്കുന്ന അപ്പോഴാണ് അല്ലേ? അപ്പോഴാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ദേഹം മുഴുവനും വണ്ണം, ഞാൻ ഓർക്കുന്നുണ്ട് ഈ ആളുടെ ഇരട്ടി ഉണ്ടായിരുന്നു അല്ലേ? വണ്ണം വെച്ച് നീര് വെച്ചിരിക്കുക. ഒരു ഡ്രസ്സ് ഇന്നിടുന്ന ഡ്രസ്സ് നാളെ ഇടാൻ പറ്റത്തില്ല, നീര് വെക്കും രാവിലെ ആകുമ്പോഴത്തേക്ക്. ക്ഷീണം എങ്ങനെയായിരുന്നു? ക്ഷീണവും നല്ല ക്ഷീണമായിരുന്നു. ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല, എപ്പോഴും എവിടെ ഇരിക്കണം വെറുതെ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ആശ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? ജോലി ചെയ്യുന്നുണ്ട്, നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത്. അത് ശരി. അപ്പൊ അവിടെ ഡ്യൂട്ടി ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നോ? ഡ്യൂട്ടിക്ക് ICU ഇല്ല, അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. പെയിൻ ഉണ്ട്, വെയിറ്റ് ഉള്ള പേഷ്യന്റിനെ എടുക്കുമ്പോൾ നല്ല പെയിൻ ആയിരുന്നു. ദേഹമെല്ലാം വേദനയാണ്, എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ ആയിരുന്നു. പീരീഡ്സിന്റെ ബുദ്ധിമുട്ടുകൾ? ഇറഗുലർ പീരീഡ് ആയിരുന്നു. തലവേദന ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തോട്ട് പോകാൻ പറ്റത്തില്ല, ഇറങ്ങാൻ പറ്റത്തില്ല. ഒന്ന് വെളിയിൽ ഇറങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ തലവേദന സ്റ്റാർട്ടാവും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് ഇപ്പം നമ്മുടെ അടുത്ത് വന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്. തലവേദനയ്ക്ക് ഞാൻ അങ്ങനെ മരുന്ന് എടുക്കുന്നില്ല, തൈറോയിഡിന് മെഡിസിൻ നിർത്തി. പിന്നെ ബോഡി ഒത്തിരി വെയിറ്റ് കുറഞ്ഞു, വിശപ്പൊക്കെ ഉണ്ട് ഇപ്പം. പിന്നെ മുട്ടുവേദനയും കൈവേദനയും എല്ലാം നന്നായി കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഉറങ്ങത്തില്ലായിരുന്നു നേരത്തെ, ഞാൻ 3 മണി വരെയൊക്കെ ചുമ്മാ കിടക്കുവാണെന്ന്. ഇപ്പൊ നന്നായിട്ട് ഉറക്കമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ 10 കിലോ വെയിറ്റ് കുറഞ്ഞു അല്ലേ? 10 കിലോ. പക്ഷെ 10 കിലോയുടെ കുറവാണ്, ശരീരം നന്നായിട്ട് ഒതുങ്ങി അല്ലെ? ബുദ്ധിമുട്ടുകൾ മാറി അല്ലേ? എന്നിട്ട് ഈ 13 കൊല്ലം ഗുളിക കഴിച്ചതല്ലേ? നമ്മൾ ഈ ഗുളിക നിർത്തി, തൈറോയിഡ് നിർത്തി. ഇപ്പം TSH എത്രയാ? ഇപ്പം 3SH 1.5. ഇപ്പൊ നോർമൽ ഗുളിക ഇല്ലാതെ അത് അല്ലേ? ശരി, അപ്പൊ സന്തോഷം. ഇപ്പൊ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല? വേറെ കുഴപ്പമൊന്നുമില്ല. സന്തോഷം. അപ്പൊ ആശയ്ക്ക് ഇത്രയും മാറ്റങ്ങൾ വരുത്തി തരാൻ പറ്റിയത് എനിക്ക് സന്തോഷം. എനിക്ക് ഈ അസുഖം മാറി കിട്ടിയത് വളരെ സന്തോഷം. ഇവിടെ വന്ന് മാഡത്തിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു.